ഹായ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതൊരു വാച്ച് ഇൻസൈഡ് വീഡിയോ ആണ്. ഈ 2 സ്ട്രോക്ക് എഞ്ചിൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടെന്നും നമുക്കൊന്ന് നോക്കിയാലോ. ഈ ഒരു 2 സ്ട്രോക്ക് എഞ്ചിൻ അഴിച്ചാണ് നമ്മൾ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ഈ 2 സ്ട്രോക്ക് എഞ്ചിനിലെ സ്പാർക്ക് പ്ലഗ് അഴിച്ചെടുക്കാം. ഈ സ്പാർക്ക് പ്ലഗ് ഉപയോഗിക്കുന്നത് സിലിണ്ടറിൽ സ്പാർക്ക് നൽകാൻ വേണ്ടിയാണ്. ഈ ഒരു സ്പാർക്ക് പ്ലഗിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന മാഗ്നറ്റോ ഇഗ്നീഷ്യം നമുക്ക് അഴിച്ചെടുക്കാം. മാഗ്നറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഫ്ലൈ വീലിലായിരിക്കും. ഈ ഒരു എൻജിൻ്റെ എയർ ഫിൽറ്റർ കേസാണ് നമ്മൾ ഊഴിയെടുക്കാൻ പോകുന്നത്. ഈ ഒരു കേസിന് താഴെയുള്ളതാണ് കാർബറേറ്റർ. ഈ കാർബറേറ്ററാണ് സിലിണ്ടറിലേക്ക് എയർ ഫ്യൂൽ മിക്സർ നൽകുന്നത്. ഈ അഴിക്കുന്ന ഒരു ഭാഗമാണ് ഇല്ലറ്റ് പോർട്ട്. ഈ ഒരു ഇല്ലറ്റ് പോർട്ട് വഴിയാണ് എയർ ഫ്യൂൽ മിക്സർ സിലിണ്ടറിലേക്ക് പോകുന്നത്. ഈ ഒരു അഴിക്കുന്ന ഭാഗമാണ് ഈ എൻജിൻ്റെ സ്റ്റാർട്ടറായി ഉപയോഗിക്കുന്നത്. ഈ കയർ വലിച്ചാണ് ഈ എൻജിൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. എൻജിൻ്റെ സൈലൻസാണ് നമ്മൾ അഴിച്ചെടുക്കുന്നത്. ഈ ഒരു അഴിക്കുന്ന ഭാഗമാണ് ഫ്ലൈ വീൽ കേസ്. അതിൻ്റെ ഉള്ളിലാണ് ഫ്ലൈ വീൽ വരുന്നത്. ഈ ഒരു ക്ലച്ച് അഴിച്ചെടുക്കാനായി നമുക്ക് സിലിണ്ടറിനുള്ളിലേക്ക് ഒരു കയറിട്ട് കൊടുക്കാം. പിസ്റ്റൺ ലോക്ക് ചെയ്യാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ഈ ക്ലച്ച് നമുക്ക് ഊരിയിടണം. ഈ കാണുന്ന ഭാഗമാണ് ഈ ഒരു എൻജിൻ്റെ ക്ലച്ച് എന്ന് പറയുന്നത്. ഈ ഒരു ക്രാങ്ക് ഷാഫ്റ്റും ഫ്ലൈ വീലും തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഈ നെറ്റ് നമുക്ക് അഴിച്ചെടുക്കാം. ഫ്ലൈ വീൽ ഊരിയെടുക്കുന്നതിന് മുമ്പായി നമുക്ക് എൻജിൻ്റെ ഹെഡ് അങ്ങ് ഊരിയെടുക്കാം. ഈ ഒരു 2 സ്ട്രോക്ക് എൻജിൻ്റെ ഹെഡാണ് ഈ കാണുന്ന ഭാഗം. ഈ കാണുന്ന ഭാഗമാണ് എൻജിൻ്റെ പിസ്റ്റൺ എന്ന് പറയുന്നത്. അതിനുശേഷം നമുക്ക് ഈ ഫ്ലൈ വീൽ മെല്ലെ ഊരിയിടുക. ഈ ഫ്ലൈ വീലിൻ്റെ മേലെയാണ് മാഗ്നറ്റ് വരുന്നത്. ഈ ഒരു മാഗ്നറ്റ് ഉപയോഗിച്ചാണ് ഇഗ്നീഷൻ ഉണ്ടാകുന്നത്. ഈ അഴിക്കുന്ന ഭാഗമാണ് എൻജിൻ്റെ ക്രാങ്ക് കേസ്. ഈ അഴിച്ച ഭാഗമാണ് ക്രാങ്ക് കേസ്. ഇതിൻ്റെ ഉള്ളിൽ കാണുന്ന ഭാഗമാണ് ക്രാങ്ക് ഷാഫ്റ്റ്. ക്രാങ്ക് ഷാഫ്റ്റ് പിസ്റ്റണിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന കണക്റ്റിംഗ് റോഡ് വെച്ചിട്ടാണ്. ഈ ഒരു ക്രാങ്ക് ഷാഫ്റ്റ് കേസുമായിട്ട് വിടിയിപ്പിച്ചെടുക്കാം. പിസ്റ്റൺ താഴേക്കും മുകളിലേക്കും ചലിക്കുമ്പോൾ ക്രാങ്ക് ഷാഫ്റ്റ് 360 ഡിഗ്രിയിൽ കറങ്ങുന്നു. അതുകൊണ്ടാണ് ഈ ഒരു ചലനം ഉണ്ടാകുന്നത്. ഈ കാണുന്ന ഭാഗമാണ് പിസ്റ്റൺ റിങ്സ് എന്ന് പറയുന്നത്. ഈ ഒരു എൻജിൻ്റെ റീസ്റ്റോറേഷൻ വീഡിയോ ചെയ്യണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. ബൈ.